ഷംസീറിനെ എങ്ങനെയെങ്കിലും വെട്ടി ഒതുക്കണം, വെട്ടി നിരത്തണമെന്ന ഒരൊറ്റ ചിന്തയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. പാർട്ടിയിൽ ഷംസീറിന് നേരെ പിണറായി പക്ഷത്തിൽ നിന്ന് വലിയ എതിർപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായിസം ഒരു തരത്തിലും അംഗീകരിക്കാൻ ഷംസീർ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ട് ഷംസീറിന് അങ്ങോട്ട് അനുസരിച്ചുകൂടാ എന്നാണ് പിണറായിസത്തിന്റെ വക്താക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഇമ്മാതിരി നാറിയ പണിക്ക് കിട്ടില്ല എന്ന് ഷംസീറും വ്യക്തമാക്കുന്നു. ഷംസീറിനെ AKG സെന്ററിൽ വിളിപ്പിച്ച് തലങ്ങും വിലങ്ങും ചർച്ച നടത്താനാണ്. എങ്ങനെയെങ്കിലും ഷംസീറിനെ അടിച്ചിരുത്തണം, ഷംസീർ പിണറായി വിജയന്റെ തലയ്ക്ക് മുകളിൽ കളിക്കാൻ നിൽക്കണ്ട എന്ന ഉപദേശമാണ് പാർട്ടിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും മൂപ്പര് വകവയ്ക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ സ്പീക്കർ AN ഷംസീർ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഇക്കാര്യം CPM നേതൃത്വം വഴി സ്പീക്കറെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനം. നിയമസഭയിൽ മന്ത്രി വീണ ജോർജിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതും ഭരണപക്ഷത്തെ വെട്ടിലാക്കിയിരുന്നു. വിഴിഞ്ഞത്ത് പരമാവധി നേട്ടം ഉണ്ടാക്കുക എന്നത് പാർട്ടി തുടക്കത്തിലേ എടുത്ത തീരുമാനമായിരുന്നു. അതിന്റെ കടക്കൽ കത്തിവെച്ചത് ഷംസീർ ആയിരുന്നു. ഇതിനൊപ്പം നിൽക്കാൻ സ്പീക്കർ തയ്യാറായില്ല. വ്യാഖ്യാനങ്ങൾക്ക് വകയുണ്ടാക്കാൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ സ്പീക്കർ പൊതുസമൂഹത്തിന് അവസരമുണ്ടാക്കി കൊടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് അതിവേഗം കരകയറാനുള്ള ശ്രമങ്ങൾക്ക് ഇത് ഗുണകരമാകില്ല എന്നാണ് മുഖ്യമന്ത്രി പക്ഷത്തിന്റെ നിലപാട്. നിരവധി പ്രതിസന്ധികൾ പാർട്ടിക്കും സർക്കാരിനും മുന്നിലുണ്ട്. ഇതിനെ അതിജീവിക്കാൻ കൂട്ടായി മുന്നോട്ടു പോകണമെന്ന സന്ദേശമാണ് CPM നേതൃയോഗങ്ങളിൽ ഉയർന്നത്. മാധ്യമങ്ങൾ എന്ത് കിട്ടിയാലും വാർത്തയാക്കാൻ മുന്നിലുണ്ട്. നമ്മളായിട്ടൊരു വഴി വെച്ചു കൊടുക്കരുത് എന്നാണ് പാർട്ടിയിലെ ഒരു പക്ഷത്തിന്റെ നിർദ്ദേശം. ഇതിനിടെ വിഴിഞ്ഞം വിഷയത്തിൽ ഷംസീർ ഫേസ്ബുക്ക് കുറിപ്പിട്ടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. ഇത് മനസ്സിലാകാനുള്ള രാഷ്ട്രീയ പക്വത സ്പീക്കർക്കുണ്ടെന്നാണ് CPMലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണോ ആ പോസ്റ്റ് ഇട്ടത് എന്ന സംശയവും ഉയരുന്നുണ്ട്. മന്ത്രിയാക്കാത്തതിലുള്ള അനിഷ്ടം സ്പീക്കർ പ്രകടിപ്പിക്കുകയാണെന്ന ചർച്ചയും നിലനിൽക്കുന്നു. സ്പീക്കർ പദവിയിലായതിനാൽ ഈ വിഷയത്തിൽ പരസ്യമായ നിർദ്ദേശം നൽകാനും CPMന് കഴിയില്ല. വിഴിഞ്ഞം തുറമുഖം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പുതിയ ഒരു ഏടായി മാറുമെന്നും ഈ ചരിത്ര നിമിഷം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിസ്തുല സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ പൂർണ്ണമാകില്ല എന്നുമായിരുന്നു സ്പീക്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് പിന്നാലെ ഇത് കോൺഗ്രസുകാരും അങ്ങ് ഏറ്റെടുത്തു. വിഴിഞ്ഞത്തെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പോലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല. ഇതിലെ ശരികേടുകൾ ചർച്ചയാകുമ്പോഴായിരുന്നു സ്പീക്കറുടെ പോസ്റ്റ്. ഇത് മുഖ്യമന്ത്രിയെ പരിഹസിക്കലാണെന്ന തരത്തിൽ വിലയിരുത്തപ്പെട്ടു. ഈ സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPM നേതൃത്വവും വിലയിരുത്തുന്നു. എന്തായാലും ഷംസീർ വെറുതെ അങ്ങ് പറഞ്ഞതല്ല ഉമ്മൻചാണ്ടിയുടെ കാര്യം. പിണറായി വിജയൻ ഇട്ട് നല്ല ഒന്നാന്തരം പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് പുറത്തു ചർച്ചകൾ നടക്കുന്നത്. ഏതായാലും ഷംസീർ ഒന്ന് ഇളകിയിരിക്കുകയാണ്. ഷംസീറിന് റിയാസിനെയും പിണറായിയെയും വന്ന് കണ്ടുകൂടാത്ത അവസ്ഥയാണ്. ഇരുവരും ചേർന്നാണ് ഈ പാർട്ടി നശിപ്പിക്കുന്നതെന്ന് ഷംസീറിനും വ്യക്തമായി അറിയാം. പിണറായിസം അംഗീകരിക്കാൻ ഷംസീർ തയ്യാറാകുന്നില്ല. അതിനെ അനുസരിക്കാൻ തന്നെ കിട്ടില്ല എന്ന മട്ടിലാണ് ഷംസീറിന്റെ പോക്ക്. അതിന്റെ തെളിവാണ് നിയമസഭയിൽ ഭരണപക്ഷത്തെ അടിച്ചിരുത്താൻ സ്പീക്കർ പ്രതിപക്ഷത്തിന് ആയുധം ഇട്ടുകൊടുക്കുന്നത്. ഒരു തരത്തിലും നിയമസഭയിൽ പിണറായിസം എടുപ്പിക്കാൻ ഷംസീർ അങ്ങോട്ട് അനുവദിക്കുന്നില്ല. ഭരണപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്തു വരെ ഷംസീർ തന്റെ കളി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പിണറായിക്ക് തലയ്ക്ക് മുകളിൽ വാളാകുകയാണ് ഷംസീർ. വെട്ടിനിരത്താൻ പല വഴി നോക്കുന്നുണ്ട് പിണറായി. ഗോവിന്ദനെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് നടത്തിയെടുക്കാനാണ് ഇപ്പോൾ പിണറായിയുടെ ശ്രമം. ഇത് മാത്രമല്ല, റിയാസിനും ഷംസീറിനെ അത്ര പിടുത്തമല്ല. പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നാണ് മരുമകന്റെയും ആവശ്യം. പിന്നെ തായ്ക്കണ്ടിയിൽ തറവാടിന്റെ സ്വത്തല്ലല്ലോ CPM എന്ന പാർട്ടി. അതുകൊണ്ട് തന്നെ അമ്മായിയപ്പനും മരുമകനും ഒരു പൊടിക്ക് ഒതുങ്ങുന്നതാണ് നല്ലതെന്ന് പിണറായിസത്തെ എതിർക്കുന്ന നേതാക്കളും പറയുന്നു.